നമസ്കാരം. മലയാള സിനിമയിൽ ഒരു വലിയ വൻമരം വീണിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ പറഞ്ഞു വരുന്നത് നടന്മാരെ കുറിച്ചല്ല, മോഹൻലാലോ മമ്മൂട്ടിയോ അങ്ങനെ അവരാരെ കുറിച്ചുമല്ല. മലയാളികൾ ഒരു വേള വളരെ അധികം ഇഷ്ടപ്പെട്ടിരുന്ന സംവിധായകൻ രഞ്ജിത്തിനെ ഇതാ ഇപ്പോൾ കേരള പോലീസ് അറസ്റ്റ് ചെയ്യാൻ പോകുന്നു. രഞ്ജിത്ത് സ്ത്രീ പീഡന കേസിൽ പ്രതിയാകുന്നു. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം രഞ്ജിത്തിനെതിരെ ഒരു ബംഗാളി നടി ഇദ്ദേഹം ഒരു സിനിമയുടെ രഞ്ജിത്തിന്റെ തന്നെ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഇവിടെ കൊച്ചിയിൽ ഒരു ഹോട്ടലിൽ വെച്ച് അവരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് വാർത്ത. നാം ഇപ്പോൾ ഇവിടെ രഞ്ജിത്ത് എന്ന് പറയുന്ന സംവിധായകനെ കുറിച്ച് ചിലത് ഇവിടെ ഓർത്തെടുത്ത് പറയേണ്ടി വരും. 1987 മുതൽ ആരംഭിക്കുന്നു രഞ്ജിത്ത് എന്ന തിരക്കഥാകൃത്തിന്റെ സംവിധായകന്റെ നിർമ്മാതാവിൻ്റെ ഒപ്പം അഭിനേതാവിൻ്റെ സിനിമ കരിയർ. അതായത് 1987 വി ആർ ഗോപിനാഥ് സംവിധാനം ചെയ്ത ഒരു മെയ് മാസ പുലരിയിൽ എന്ന ചിത്രത്തിൻ്റെ കഥയുമായിട്ടാണ് രഞ്ജിത്ത് മലയാള സിനിമയിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. തുടർന്നങ്ങോട്ട് രഞ്ജിത്ത് മലയാള സിനിമയുടെ കൊമേഴ്സ്യൽ സിനിമകളുടെ മലയാളത്തിലെ കൊമേഴ്സ്യൽ സിനിമകളുടെ അവിഭാജ്യ ഘടകമായി തീരുകയാണ്. അദ്ദേഹം എഴുതിയ പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ എന്ന ജയറാം ചിത്രം മലയാളികൾ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. തുടക്കത്തിൽ തിരക്കഥയുമായി മലയാള സിനിമാ രംഗത്ത് നിന്ന് അദ്ദേഹം 44ഓളം ചിത്രങ്ങൾക്ക് കഥ എഴുതുകയും 44ഓളം ചിത്രങ്ങൾക്ക് കഥയും തിരക്കഥയും സംവിധാനവും നിർവഹിച്ച ഒരു പ്രതിഭയാണ്. അദ്ദേഹത്തിൻ്റെതായി എടുത്തു പറയത്തക്ക സിനിമകൾ എന്ന് പറയുമ്പോൾ ആദ്യകാലങ്ങളിൽ അദ്ദേഹം സിനിമയിലേക്ക് ഒരു ചെറിയൊരു അദ്ദേഹത്തിൻ്റെ ഒരു ബാക്ക് ഹിസ്റ്ററിയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അദ്ദേഹം എന്ന് പറയുന്ന തിരക്കഥാകൃത്തും സംവിധായകനും ഒക്കെ സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ അഭിനയം പഠിച്ച വ്യക്തിയായിരുന്നു രഞ്ജിത്ത് ഒരിക്കലും ഇത്തരത്തിൽ സിനിമയ്ക്ക് കഥകൾ എഴുതുമെന്നോ സിനിമയിൽ കഥയും തിരക്കഥയും ഒക്കെ എഴുതിയ ഒരു സംവിധായകനാകുമെന്നോ അദ്ദേഹത്തിനോടൊപ്പം സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ച ഒരു സുഹൃത്തുക്കളും കരുതിയിരുന്നില്ല. മെയ് മാസ പുലരിയിലെ എന്ന് പറയുന്ന വളരെ വളരെ മനോഹരമായി മലയാളത്തിലെ നടി ഷാരി അശോകൻ അഭിനയിച്ച വളരെ മനോഹരമായ ഒരു ചിത്രം പ്രണയമായിരുന്നു. പ്രണയത്തെ സംബന്ധിച്ചുള്ള ഒരു സബ്ജക്റ്റായിരുന്നു അത്. അതിനുശേഷം അദ്ദേഹം പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്ന വളരെ 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 ലോജിക് കോമഡിയുള്ള ഒരു ചിത്രം. പിന്നീട് ഇങ്ങോട്ട് വന്ന നിരവധി കോമഡി ചിത്രങ്ങൾക്ക് അദ്ദേഹം തിരക്കഥ എഴുതി. ജയറാം നായകനായ കെയർ ഓഫ് ജോർജ് കുട്ടി തിയേറ്ററുകളിൽ പരാജയപ്പെട്ടെങ്കിലും ഇന്നും സോഷ്യൽ മീഡിയയിലും അല്ലാതെയും ഒക്കെ ആ ജയറാം ചിത്രത്തിന് ഒരുപാട് കാഴ്ചക്കാരുണ്ട്. പിന്നീട് ഇങ്ങോട്ട് അദ്ദേഹം മലയാള സിനിമയിൽ കഥയിലും തിരക്കഥയിൽ നിന്നും മാറി മലയാളത്തിലെ പ്രഗത്ഭരായ പല സംവിധായകർക്കും തിരക്കഥ എഴുതുന്ന ആളായി മാറുകയായിരുന്നു. ജയറാമിന് ശേഷം പിന്നീട് അദ്ദേഹം പോകുന്നത് മോഹൻലാൽ എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാറിന് വേണ്ടി IV ശശി സംവിധാനം ചെയ്ത ദേവാസുരം എന്ന ചിത്രത്തിന് വേണ്ടിയാണ്. ദേവാസുരം എന്ന ചിത്രം രഞ്ജിത്തിന്റെ കരിയർ ഗ്രാഫിലേക്ക് ഏറ്റവും ഉയർച്ചയിലേക്ക് എത്തുന്നതാണ്. ശരിക്കും ഒരു പടക്കം ഒരു വാണം കത്തിച്ചു വിടുന്നത് പോലെ ഒരു പൂക്കുറ്റി പോലെ പൊങ്ങിപ്പോവുകയായിരുന്നു രഞ്ജിത്ത് എന്ന് പറയുന്ന തിരക്കഥാകൃത്ത്. ദേവാസുരം എന്ന സിനിമയ്ക്ക് ശേഷം പിന്നീട് അദ്ദേഹത്തിന് സിബി മലയിൽ എന്ന് പറയുന്ന സംവിധായകന് വേണ്ടി തിരക്കഥ എഴുതാനുള്ള അവസരമുണ്ടായി. മായാമയൂരം എന്ന് പറയുന്ന മോഹൻലാൽ ഇരട്ട വേഷത്തിൽ അഭിനയിച്ചത്. ഇങ്ങനെ അദ്ദേഹത്തിനെ സംബന്ധിച്ച് പിന്നീട് അദ്ദേഹം ഷാജി കൈലാസിന് വേണ്ടി 6-ാം തമ്പുരാൻ എന്ന് പറയുന്ന ചിത്രത്തിന് തിരക്കഥ എഴുതുന്നു. നരസിംഹം എന്ന് പറയുന്ന ചിത്രത്തിന് തിരക്കഥ എഴുതുന്നു. പിന്നീട് കേരളത്തിലെ സിനിമാ പ്രേമികൾ, പ്രത്യേകിച്ച് മോഹൻലാലിന്റെ ആരാധകർ, മോഹൻലാലിനെ രഞ്ജിത്ത് തിരക്കഥ എഴുതുന്ന ചിത്രങ്ങൾക്ക് വളരെ പ്രാധാന്യത്തോടെ തിയേറ്ററിലേക്ക് ഇടിച്ചു കയറുന്ന ഒരു ഇതുണ്ടാകുന്നു. അദ്ദേഹത്തിന്റെ പോമോനെ ദിനേശ എന്ന ഡയലോഗ് മോഹൻലാലിന് വേണ്ടി എഴുതിയ ഡയലോഗ്, തുടർന്ന് അദ്ദേഹത്തിന്റെ മറ്റൊരു ചിത്രത്തിൽ സവാരി ഗിരിഗിരി എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രയോഗം, ഇങ്ങനെ ഇതെല്ലാം തന്നെ രഞ്ജിത്തിന്റെ തൂലികയിൽ ഒരു വേള മോഹൻലാൽ തന്നെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നിട്ട് പറഞ്ഞിട്ടുള്ളതാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്.
എന്നിരിക്കലും മോഹൻലാൽ എന്ന് പറയുന്ന നടന് മലയാള സിനിമയിൽ അന്ന് വരെ ദാരിദ്ര്യവും അധോലോകവും പിന്നെ എന്താ പറയുക തൊഴിലില്ലായ്മയും ഒക്കെ ആയിരുന്നു നായകന്റെ പശ്ചാത്തലം ഒക്കെ ആയിരുന്നുവെങ്കിൽ അതിൽ നിന്നെല്ലാം മാറി മാടമ്പിത്തരവും മീശപിരിക്കലും ഒക്കെയായി രഞ്ജിത്തിന്റെ തിരക്കഥകളിലെ നായകന്മാർ മാറുകയായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് നമ്മൾ പറഞ്ഞു വരുമ്പോൾ മറ്റൊരു കാര്യം കൂടെ നമ്മൾ ഇവിടെ പറയേണ്ടതുണ്ട്. രഞ്ജിത്തിന്റെ സിനിമകളിൽ തീവ്ര ഹൈന്ദവ വൽക്കരണം ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ വിമർശകർ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ രഞ്ജിത്ത് എന്ന് പറയുന്ന തിരക്കഥാകൃത്ത്, രഞ്ജിത്ത് എന്ന് പറയുന്ന സംവിധായകൻ ഈ തീവ്ര ഹിന്ദുത്വ നിലപാട് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴും CPM എന്ന് പറയുന്ന പാർട്ടി ഭരണത്തിൽ രണ്ടാമതൊരിക്കൽ കൂടി കേരളത്തിൽ ഭരണത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് ചലച്ചിത്ര അക്കാദമി സെക്രട്ടറിയായി പാർട്ടി CPM എന്ന പാർട്ടി കൊണ്ട് അവരോധിക്കുന്ന ആ നാൾ മുതൽ തന്നെ അദ്ദേഹത്തിന്റെ തിരക്കഥകൾ കണ്ടിരുന്ന ആ മാടമ്പി സ്വഭാവം അദ്ദേഹം ചലച്ചിത്ര അക്കാദമിയിലെ കമ്മിറ്റി അംഗങ്ങളോട് പെരുമാറിയിരുന്നതായി അവർ തന്നെ ഒരു വേള പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിനിമയിൽ ഇത്രയും തിരക്കുള്ള തിരക്കഥാകൃത്തും സംവിധായകനായി നിൽക്കുമ്പോഴും അദ്ദേഹം ഒരു എന്താ പറയുക വളരെയധികം ശത്രുക്കളെ സിനിമയ്ക്കുള്ളിൽ തന്നെ സമ്പാദിക്കുന്ന ഒരു തെമ്മാടി അല്ലെങ്കിൽ ഒരു മാടമ്പി ആയി തീരുകയായിരുന്നു. അതിൻ്റെ ഒക്കെ പരിണിത ഫലമാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് ഇപ്പോഴത്തെ കേസെന്ന് കൂട്ടിച്ചേർത്ത് വായിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ പാലേരി മാണിക്യം എന്ന മമ്മൂട്ടി ചിത്രത്തിൽ അഭിനയിക്കാനായി കൊച്ചിയിലേക്ക് വന്ന ബംഗാളി നടിയോടാണ് അദ്ദേഹം മോശമായി പെരുമാറിയത്. അങ്ങനെ മോശമായി പെരുമാറിയതിൻ്റെ പേരിൽ അവർ ഇപ്പോൾ കൊച്ചിയിൽ നോർത്ത് സ്റ്റേഷനിൽ അദ്ദേഹത്തിനെതിരെ പരാതി നൽകിയിട്ടുണ്ട്. അതായത് ശ്രീലേഖ മിത്ര എന്ന നടിയാണ് അദ്ദേഹത്തിനെതിരെ കൊച്ചി നോർത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത്. അപ്പോൾ നാം ഇപ്പോൾ പറഞ്ഞു വരുന്നത് വളരെ 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 ഉയരങ്ങളിൽ തിരക്കഥയിലും കഥയിലും പിന്നെ സംവിധാനത്തിലും ഒക്കെ തിളങ്ങി നിന്ന രഞ്ജിത്തിന്റെ പതനമാണോ ഇവിടെ മലയാള സിനിമയിൽ നാം കാണുന്നത്? അദ്ദേഹം മോഹൻലാലിനും മമ്മൂട്ടിക്കും ജയറാമിനും മറ്റു മലയാളത്തിലെ പല താരങ്ങൾക്ക് വേണ്ടിയും തിരക്കഥ എഴുതി. ഇപ്പോൾ യുവനടൻ പൃഥ്വിരാജിന് വരെ അദ്ദേഹം തിരക്കഥ എഴുതിയിട്ടുണ്ട്. ഇന്ത്യൻ റുപ്പി എന്ന മനോഹരമായ ചിത്രം. ഇങ്ങനെ ഇത്തരത്തിൽ വളരെ സർഗവാസനയുള്ള പ്രഗത്ഭനായ ഒരു വളരെ നല്ല ടെക്നീഷ്യനായ രഞ്ജിത്തിന് ഇത്തരത്തിൽ ഒരു കേസും അദ്ദേഹത്തിനെതിരെ ഒരു നടിയുടെ പരാതിയും ഒക്കെ അദ്ദേഹത്തിൻ്റെ കരിയറിൽ വിള്ളൽ വീഴ്ത്തുമോ? എന്താകും അദ്ദേഹത്തിൻ്റെ ഇനി സിനിമയിലുള്ള ഭാവി എന്ന് ആരാധകർ, അദ്ദേഹത്തിൻ്റെ എഴുത്തിലെ ആരാധകർ, അദ്ദേഹത്തിൻ്റെ സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം പേർ, അദ്ദേഹം എന്ന സംവിധായകനെ ഇഷ്ടപ്പെടുന്നവർ മലയാള സിനിമ ഉറ്റുനോക്കുകയാണ്. നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം ഈ കേസ് എങ്ങനെ ഏത് വഴി പോകും എന്നുള്ളത്.